ഈ വീഡിയോയിൽ ഇറാൻ മിഡിൽ ഈസ്റ്റിൽ ലക്ഷ്യമിടുന്ന ഏരിയ അതാണ് നമ്മൾ ആദ്യമേ തന്നെ നോക്കുന്നത്. അപ്പോൾ അതിൽ ഓയിൽ റിഫൈനറികളാണ് ഏറ്റവും കൂടുതലായിട്ട് ഇറാൻ ലക്ഷ്യം വെക്കുന്നത്. ഓൾറെഡി തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറാഖിലെ 2 റിഫൈനറികൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്, അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സൗദി അറേബ്യയിൽ നിങ്ങൾ നോക്കൂ, സൗദി അറേബ്യയിൽ സൗദി അറാംകോ കമ്പനിയിൽ അവർ നടത്തിയ അറ്റാക്ക് അതിപ്പോൾ ഓൾറെഡി റിക്കവർ ചെയ്തിരിക്കുകയാണ്. ഫയറൊക്കെ ഇപ്പം കാം ഡൗൺ ആണ്. ഇനിയിപ്പോൾ അടുത്ത് മെയിൻ്റനൻസിൻ്റെ പരിപാടികൾ നോക്കണം. പക്ഷെ നോക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വീണ്ടും അറ്റാക്ക് നടത്താനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ഡേഞ്ചർ ആയിട്ടുള്ള വിഷയങ്ങൾ. അതുപോലെ ഖത്തറിലെ ഗ്യാസ് പൈപ്പ് ലൈൻ അവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഖത്തർ പറഞ്ഞിരിക്കുന്നത് ഡെബ്രി വന്ന് വീണിട്ടാണ് അത് തീ കത്തിയത്. പിന്നെ അതിൽ തീ കത്തുമ്പോഴത്തേക്കും ഇത് ഫ്ലേമബിൾ ആണല്ലോ, അപ്പം അങ്ങനെ കത്തി പടർന്നതാണ്. ഇപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നൊക്കെയാണ് ഖത്തർ പറയുന്നത്. പക്ഷേ അവിടെ ഒരു ഡ്രോൺ വന്ന് പതിക്കുന്ന രംഗം കൃത്യമായിട്ട് വീഡിയോയിൽ ക്യാപ്ചർ ആയിട്ടുണ്ട്. ഇറാൻ ഇങ്ങനെ എനർജി മേഖലകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ റിസ്ക് ഏരിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് ആണ് ഏറ്റവും കൂടുതൽ റിസ്ക് ഏരിയ എന്ന് പറയുന്നത്. അവിടെ കിടക്കുന്ന ഓയിൽ ടാങ്കർ ഫ്ലീറ്റുകൾ, അതുപോലെ തന്നെ അതിലെ കടന്നു പോകുന്ന പൈപ്പ് ലൈനുകൾ, ഇതിലേക്കാണ് ഇവർ ഏറ്റവും എളുപ്പത്തിൽ ആക്രമണം നടത്താനുള്ള സാധ്യത. അതുപോലെ ഒമാനെ സംബന്ധിച്ചിടത്തോളം 2 സ്പോട്ടുകൾ അവർ നോട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് സലാല, പിന്നെ ഒന്ന് ദുക്കൈം പോർട്ട് എന്ന് പറഞ്ഞുള്ള ഒരു പോർട്ട്. ഈ 2 ഏരിയയാണ് ഇറാൻ ഒമാനിൽ ടാർഗറ്റ് ചെയ്യുന്നത്. അതുപോലെ UAE ഫുജൈറ അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഖത്തറിൻ്റെ ഗ്യാസ് പൈപ്പ് ലൈൻ അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഗ്യാസിൻ്റെ പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ 93% ഉയർന്നിരിക്കുകയാണ്. 93%. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 4 ദിവസം കൊണ്ടാണ് ഈ വില വർധനവ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു 10-15 ദിവസം ഈ യുദ്ധം ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും തന്നെ വിലയിരുത്താൻ പറ്റത്തില്ല. ഇപ്പം ഇതിനകത്ത് മിഡിൽ ഈസ്റ്റിലുള്ള ആൾക്കാർക്ക് ആഹാരം കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. എയർ കാർഗോ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. സ്പെഷ്യൽ പെർമിഷൻ, സ്പെഷ്യൽ കൺസിഡറേഷനിൽ പല റൂട്ടുകളിലൂടെ സാധനങ്ങൾ എത്തും. ഇപ്പം തന്നെ നിങ്ങൾ നോക്കൂ, ഞാൻ കാണിക്കുന്ന മാപ്പ് നിങ്ങൾ നോക്കൂ. ഇപ്പം സൗദി അറേബ്യ കൃത്യമായിട്ട് അവരുടെ ട്രാൻസ്പോർട്ടേഷൻ റൂട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതായത് റെഡ് സീയുടെ ഭാഗത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതായത് ഇതിനു മുമ്പ് ഇപ്പുറത്തെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൂടെയാണ് അവർ ഏറ്റവും കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ നടത്തിക്കൊണ്ടിരുന്നത്. അവർ നേരെ അവർക്ക് പൈപ്പ് ലൈൻ സെറ്റപ്പ് ഉണ്ട്. ആ പൈപ്പ് ലൈനിലൂടെ അവർ എണ്ണയാണെങ്കിൽ എണ്ണ, റിഫൈൻഡ് ഓയിൽ ആണെങ്കിൽ റിഫൈൻഡ് ഓയിൽ എല്ലാം തന്നെ ഇപ്പുറത്ത് സപ്ലൈ ചെയ്യും. ഇനി വരുന്ന ഷിപ്പുകൾക്ക് നേരെ ഇപ്പുറത്ത് റെഡ് സീയുടെ ഈ ഭാഗത്ത് പോയിട്ട് അതിലെ എണ്ണ വാങ്ങിച്ച് മടങ്ങാം. ആരും ഒന്നും ചെയ്യാനില്ല. ഇതാണ് സാഹചര്യം. അപ്പോൾ ഇറാനെ മറികടക്കാനുള്ള മാർഗ്ഗങ്ങളെല്ലാം തന്നെ സൗദി അറേബ്യ കൃത്യമായിട്ട് കണ്ടുവച്ചിട്ടുണ്ട്. അതിൻ്റെതായിട്ടുള്ള പോർട്ട് സർവീസ് സ്വിച്ച് ചെയ്തിട്ടുണ്ട് അവർ, അപ്പുറത്തെ സൈഡിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക്. ഇവിടെ ഇറാൻ എന്ത് ചെയ്യാനാണ്? ഇറാൻ ഇവിടെയും മിസൈൽ വിടാം, അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇതാണ് സാഹചര്യം. പക്ഷേ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ, ഓയിൽ ട്രാൻസ്പോർട്ടേഷൻ പരിഹരിക്കാനുള്ള, അത് ഓയിൽ ഷോർട്ടേജ് പരിഹരിക്കാനുള്ള സകല മാർഗ്ഗങ്ങളും സൗദി അറേബ്യ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടും അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ രാജ്യത്തിൽ എത്തിക്കാനുള്ള സകല സംവിധാനങ്ങൾക്കും സൗദി അറേബ്യ ഒരു സൊല്യൂഷൻ ഇപ്പം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഓരോ രാജ്യങ്ങളും അവരുടേതായിട്ടുള്ള വഴികൾ കണ്ടെത്തും, അത് ഉറപ്പാണ്. ഇനി സൗദി അറേബ്യ ത്രൂ UAE-ക്കായാലും ശരി തന്നെ, അതുപോലെ ഖത്തറിനായാലും ശരി തന്നെ, ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കെല്ലാം അതിന് സപ്ലൈ കിട്ടും. അതിൽ യാതൊരു മാറ്റമില്ല. പക്ഷേ അവസാനം ഇറാൻ അവിടെ പാട്ടും പാടി IRGC റെജീം മുട്ടുകുത്തി മൂക്കും കുത്തി വീഴേണ്ടി വരും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഇറാൻ പെരുപ്പിച്ച് കാണിച്ചിരുന്നു. ആ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിന് തന്നെ അടച്ചു പൂട്ടുന്ന രീതിയിലാണ് സൗദി അറേബ്യ ഇപ്പം പ്രവർത്തിച്ചിരിക്കുന്നത്. എന്നാലും മറ്റുള്ള രാജ്യങ്ങൾക്കൊക്കെ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് എന്നുള്ളത് ഒരു ഈസിയസ്റ്റ് റൂട്ട് തന്നെയാണ്. അത് ഇപ്പോഴും നമ്മൾ അതിനെ തള്ളിക്കളയുന്നില്ല. പക്ഷേ സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, സൊല്യൂഷൻ ഉണ്ട്. ഈവൻ സൗദി അറേബ്യയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണെങ്കിലും സൊല്യൂഷൻ ഉണ്ട്. ഇപ്പോഴാണ് അടുത്ത കോമഡി എന്ന് പറഞ്ഞാൽ, ഈ ഇടയ്ക്ക് സൗദി അറേബ്യയും പാകിസ്ഥാനും ഒരു ഡിഫൻസ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തല്ലോ. അതായത് സൗദി അറേബ്യയ്ക്ക് ന്യൂക്ലിയർ അംബ്രല ഷീൽഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. സൗദി അറേബ്യ എവിടെ നിന്നാണ് ന്യൂക്ലിയർ ഷീൽഡ് വാങ്ങിച്ചിരിക്കുന്നത്? പാകിസ്ഥാൻ്റെ അടുത്ത് നിന്ന്. ഡിഫൻസ് സഹകരണവും അവർ തമ്മിലുണ്ട്. അതായത് ഇന്ത്യ ഒഴികെ ബാക്കി ഏത് രാജ്യം പാകിസ്ഥാനെ തൊട്ടാലും ഞാൻ ഇറങ്ങും എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ചൈനയുടെ HQ-9 അതേപോലത്തെ എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ ഞങ്ങളുടെ ഉണ്ട്, അപ്പം ഞങ്ങൾ ഇത് കൊണ്ടുതരാം. എവിടെ? സൗദി അറേബ്യയ്ക്ക് കൊണ്ട് കൊടുക്കാമെന്ന്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ ഇറാൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ചൈനയുടെ HQ-9, 10, 18, 19, 20 എന്നൊക്കെ പറഞ്ഞിട്ട് പല ഐറ്റംസ് ഇവിടെ ഇറാൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതെല്ലാം തന്നെ കൃത്യമായിട്ട് ഇസ്രായേൽ അടിച്ച് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഇവാക്യുവേഷൻ ഓർഡർ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവിടെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് അതേ ചൈനയുടെ എയർ ഡിഫൻസ് സിസ്റ്റം എടുത്തുകൊണ്ട് സൗദി അറേബ്യയ്ക്ക് കൊടുക്കാമെന്ന് പറയുന്നത് പാകിസ്ഥാൻ. ഇതിനകത്ത് തലയ്ക്ക് വെളിവുള്ള ആൾക്കാർ ഇത് കുറച്ച് ചിന്തിച്ച് നോക്കേണ്ട വിഷയമാണ്. ഇനി ഇതിലുപരിയായിട്ട് ഒരു ഉപദേശം വേണമെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് പാകിസ്ഥാന് കൊടുക്കാം. പാകിസ്ഥാൻ, നിങ്ങൾ അഫ്ഗാനിസ്ഥാൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളാണ് നോക്കേണ്ടത്. സൗദി അറേബ്യയെ നോക്കാൻ സൗദി അറേബ്യയ്ക്ക് അറിയാം. യെസ്, നിങ്ങൾ തമ്മിൽ ഒരു ഡീൽ, കരാറെല്ലാം തന്നെ ഒപ്പുവെച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു സാഹചര്യത്തിൽ സംഭവിച്ചതാണ്. നിങ്ങൾ അതൊക്കെ വലിയ സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് ഞങ്ങളാണ് സൗദി അറേബ്യയെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആൾക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് ഞെളിക്കാതെ
നിങ്ങൾ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് തീരുമാനമുണ്ടാക്കുക. അഫ്ഗാനിസ്ഥാൻ കൃത്യമായിട്ട് ഡൊറാൻഡ് ലൈൻ ബോർഡർ ആ ഏരിയയിൽ ഞാൻ ഈ മാപ്പിൽ കാണിക്കുന്ന ഇത്രയും ഏരിയകളിലൊക്കെ അവിടെയൊക്കെ ഈ സ്റ്റാർ മാർക്ക് കാണിക്കുന്നുണ്ടല്ലോ, ഇത് സ്റ്റാർ മാർക്കല്ല, ഇവിടെ എല്ലാം ആക്രമണങ്ങൾ നടക്കുകയാണ്. ഓരോ സ്ഥലത്തും അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇറാൻ ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ആരും ഞങ്ങളുടെ നെയ്ബറിംഗ് കൺട്രിയെ അല്ല ആക്രമിക്കുന്നത്. ഇത് നല്ല തമാശ, ഏറ്റവും വലിയ തമാശയാണിത്. 2026 പൊട്ടിച്ചിരിക്കാൻ പറ്റുന്ന വലിയ തമാശയാണിത്. കാരണം അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ US ബേസുകളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങളെയല്ല, നിങ്ങളുടെ രാജ്യത്തിനെയല്ല, ഞങ്ങളുടെ സഹോദര രാജ്യങ്ങളെയല്ല ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്നതെന്നാണ് ഇറാൻ്റെ വാദം. പക്ഷേ ആക്രമണങ്ങൾ നടത്തുന്നത്, ഡ്രോൺ വിടുന്നത് ഇതെല്ലാം തന്നെ അപ്പോൾ തമാശയ്ക്കാണോ? സുഹൃത്ത് രാജ്യങ്ങൾക്കിടയിൽ ചെയ്യേണ്ട പരിപാടിയാണോ ഈ ഡ്രോൺ വിടുക, മിസൈൽ വിടുക എന്നൊക്കെ ഉള്ളത്? അപ്പോൾ എന്തായാലും ഇറാൻ ഇതിനെ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. പിന്നെ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ചൈനയാണ് ഏറ്റവും വലിയ കൾപ്രിറ്റ് ഇതിനകത്ത്. അവരാണ് ഇറാന് കംപ്ലീറ്റ് സാറ്റലൈറ്റ് ഇമേജും കാര്യങ്ങളൊക്കെ കൈമാറുന്നത്. അവരുടെ നല്ല രീതിയിലുള്ള സഹായം IRGCക്ക് ഉണ്ട് എന്നുള്ളതാണ് അമേരിക്കയുടെ വാദം. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ചൈനയെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല, അത് അവരുടെ താല്പര്യം. അവർ ഓപ്പണായിട്ട് തന്നെ പറഞ്ഞതാണല്ലോ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ അമേരിക്ക ഇതിനകത്ത് കിടന്ന് കരഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത്? അമേരിക്കയും റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയ സമയത്ത് ഉക്രൈന് ഇതേപോലെ മാപ്പും കാര്യങ്ങളൊക്കെ കൊടുത്ത് സഹായിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവർ ചെയ്യുന്നത് തന്നെയാണ് അവരും ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം നിലവിൽ നിങ്ങൾ യുദ്ധം ചെയ്യുന്നു എന്ന് വെച്ചിട്ട് ചൈന അവരുടെ ഡിപ്ലോമസി മാറ്റിപ്പിടിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അതിന് ചൈനയ്ക്കും അമേരിക്കയ്ക്കും തമ്മിൽ പ്രശ്നങ്ങളുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ 147% താരിഫൊക്കെ പറഞ്ഞ് അവസാനം റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നത്. ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ട് താനും. ഇതിൻ്റെ ഇടയ്ക്ക് ചൈന അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കാര്യങ്ങൾ സെക്യൂറായിട്ട് കീപ്പ് ചെയ്യുക, അതാണ് ഇതിനകത്ത് പറയാനുള്ളത്. പാകിസ്ഥാൻ സൗദി അറേബ്യയ്ക്ക് എയർ ഡിഫൻസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം News 18 എന്ന് പറഞ്ഞ ചാനലാണ് റിപ്പോർട്ട് ചെയ്തത് കേട്ടോ. അത് CNN ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ വാർത്ത. ഇസ്രായേൽ ആണെങ്കിൽ തുരുതര ഇറാൻ്റെ ഉള്ളിൽ ക്ലറിക്കൽ സൈറ്റുകൾ, അതായത് ഈ IRGCയുമായിട്ട് ബന്ധപ്പെട്ട് ഈ തലയിൽ റിബണൊക്കെ കിട്ടിക്കൊണ്ട് ഈ താടിയൊക്കെ വളർത്തിയ ടീമുകളില്ലേ, ഇവരെ എവിടെയൊക്കെയാണ് താമസിക്കുന്നത്, ഇവരുടെ പഠന കേന്ദ്രങ്ങൾ എവിടെയാണ്, ഇതെല്ലാം ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇറാൻ്റെ സൈഡിൽ നിന്നും ഇതേപോലെ ക്ലറിക്സുകളെ സ്പെസിഫിക് ആയിട്ട് നോക്കി ആക്രമണം നടത്തുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ആരോപണം ഇറാൻ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പം ഇതിനെതിരെ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇത് ടു ലേറ്റ് ആണ്, നിങ്ങളുടെ ഈ റിക്വസ്റ്റ് ഉണ്ടല്ലോ അത് വളരെ താമസിച്ചാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ റെജീം ചേഞ്ച് നടത്തി പോകേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇനി ക്ലറിക്സിനെ ഞങ്ങൾ അടിക്കുന്നു, അല്ലെങ്കിൽ അതടിക്കുന്നു ഇതടിക്കുന്നു അങ്ങനെ പറയേണ്ട ഒരു വോയിസും നിങ്ങൾക്കില്ല. പിന്നെ ഈ ക്ലറിക്സിനെ അറ്റാക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ ഒരു ആയത്തുല്ല അലി ഖമനേയിയും കൂടി തിരഞ്ഞെടുക്കാൻ പാടില്ല. അങ്ങനെ നെക്സ്റ്റ് ലീഡറെ തിരഞ്ഞെടുത്ത് അടുത്ത നാടകം കളിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, അതിനുള്ള സാഹചര്യമല്ല അവിടെ ഉള്ളത്. അതിനും വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കില്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ട്രംപ്. ഇന്നലെ ഇസ്രായേൽ ഇഷ്ഫഖാനിൽ നടത്തിയ അറ്റാക്കിൽ 4 IRGC ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ ആണെങ്കിൽ ലെബനാന്റെ ഉള്ളിൽ ഒരു താക്കീത്. ലെബനാന്റെ ഉള്ളിൽ പറഞ്ഞിരിക്കുന്നത് ഇറാനിയൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് സ്ഥലം വിട്ടോളുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറാനിയൻസ് മീൻസ് സാധാരണ ഇറാനിയൻസിനെ അല്ല പറഞ്ഞിരിക്കുന്നത്, ഹെസ്ബുള്ളയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളാണ് ഇറാനിയൻസ്, നിങ്ങൾ എത്രയും വേഗം ഇവിടുന്ന് സ്ഥലം കാലിയാക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അവിടെ ഇസ്രായേൽ ഗ്രൗണ്ട് ഫോഴ്സ് അറ്റാക്ക് തുടങ്ങിക്കഴിഞ്ഞു. അതേപോലെ ഇറാന്റെ ഉള്ളിൽ കുദ്സ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോഴ്സ് ഉണ്ട്. ഈ കുദ്സ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ കുദ്സ് മോസ്ക് ഉണ്ട്. ആ കുദ്സ് മോസ്ക് ഇരിക്കുന്നത് ജെറുസലേമിലാണ്. ഈ ജെറുസലേമിന്റെ മോസ്കിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അത് പാരമ്പര്യമുള്ള അലക്സ മോസ്ക് ആണല്ലോ, ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എയിം ചെയ്ത് തുടങ്ങിയ ആ സംഘടനയാണ് ഈ കുദ്സ് ഫോഴ്സ്. ഈ കുദ്സ് ഫോഴ്സിന്റെ കമാൻഡറെ വധിച്ചിട്ടുണ്ട് ഇന്നലെ ഇസ്രായേൽ. തെഹ്റാനിൽ നടത്തിയ അറ്റാക്കിലാണ് ഈ കുദ്സ് ഫോഴ്സിന്റെ കമാൻഡർ കൊല്ലപ്പെട്ടത്. ഈ കുദ്സ് ഫോഴ്സിന്റെ വിങ് ഇസ്രായേലിന്റെ ഉള്ളിൽ പാലസ്തീനിൽ വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ കുദ്സ് ഫോഴ്സ്. ഇവരും ഗാസയ്ക്കുള്ളിൽ ഹമാസ് ഒക്ടോബർ 7, 2023 നടത്തി ഇസ്രായേലിന്റെ ഉള്ളിൽ നടത്തിയ അറ്റാക്കിൽ പങ്കാളികളാണ് ഈ കുദ്സ് ഫോഴ്സ്. തെഹ്റാനിൽ എവിടെ പോയി ഒളിച്ചാലും എത്ര താമസിച്ചാലും ഞാൻ വന്ന് അടിക്കും എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള മെസ്സേജാണിത്, വളരെ കൃത്യമായിട്ടുള്ള മെസ്സേജ്. ഒമാനാണെങ്കിൽ എത്രയും വേഗം ഒരു സീസ് ഫയർ കൊണ്ടുവന്നിട്ട് രണ്ടുപേരും ഡിപ്ലോമാറ്റിക്കലി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാനാണ് ഒമാൻ്റെ ഉപദേശം. ഇറാൻ്റെ ഉള്ളിൽ ഇതുവരെ ആയത്തുല്ല അലി ഖമനേയിക്ക് പകരക്കാരനായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പലരുടെയും പേരുകൾ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ഇനി പേടിച്ചിട്ടാണോ ആരും ആ ഒരു പദവി വേണ്ട എന്ന് പറഞ്ഞിട്ട് തീരുമാനമെടുത്ത് മാറി നിൽക്കുന്നതാണോ, ഇതൊന്നും നമുക്കറിയില്ല. കാരണം അമേരിക്കയും ഇറാനും ആയത്തുല്ല ഖമനേയിയെ തന്നെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് തട്ടിയ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം പേരങ്ങ് പറഞ്ഞാൽ മതി, ഇന്ന ആളാണ് നെക്സ്റ്റ് സുപ്രീം ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ തീർക്കും. ഇനി പേടിച്ചിട്ടാണോ എന്നറിയത്തില്ല, ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റിലാണ് ഇറാൻ്റെ ഉള്ളിൽ IRGC ഭരണകൂടമുള്ളത്. അപ്പം കറൻ്റ്ലി ഒരു സെൻറ്റർ ഓഫ് പവർ സ്ട്രഗ്ലിങ്, അതാണ് ഇറാൻ്റെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചൈനയാണെങ്കിൽ ഇറാൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഓപ്പൺ ആക്കി വിടുക. കാരണം അത് ഈ LNG അതേപോലെ ഓയിൽ ഇതെല്ലാം വാങ്ങിക്കുന്ന ഏഷ്യൻ കസ്റ്റമേഴ്സിനെ ഇത് ബാധിക്കുന്നുണ്ട്. ഏഷ്യൻ സൈഡിൽ ഇപ്പോൾ ഏഷ്യൻ കസ്റ്റമേഴ്സുമായിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ലല്ലോ. ഇപ്പോൾ ഏഷ്യൻ സൈഡിൽ കിടക്കുന്ന
ചെറിയ രാജ്യങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആ ബുദ്ധിമുട്ട് തടയാൻ വേണ്ടിയിട്ട് ഏഷ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഒന്ന് ഓപ്പൺ ആക്കി വിടണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ചൈന ഇറാൻ്റെ അടുത്ത് ഉന്നയിച്ചിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് തീരുമാനം വരും എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഇനി ഒരു 1 വീക്ക് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് കംപ്ലീറ്റ് അമേരിക്കയുടെ കൺട്രോളിലാവും. അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. IAEA പറഞ്ഞിരിക്കുന്നത് നറ്റാൻസിൽ ഇസ്രായേലും അമേരിക്കയും വളഞ്ഞ് ആക്രമണം നടത്തിയെങ്കിലും അവരുടെ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തരത്തിലുള്ള ഡാമേജും സംഭവിച്ചിട്ടില്ല, ഒരു ന്യൂക്ലിയർ ലീക്കും വന്നിട്ടില്ല. ഇറ്റ് മീൻസ് അവിടെ ഈ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് ടച്ച് ചെയ്തിട്ടില്ല എന്നാണ് കൺഫേം ചെയ്തിരിക്കുന്നത്. ഇറ്റ് മീൻസ് നിങ്ങൾ വീണ്ടും അടിക്കുക എന്നാണ് IAEA പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടിച്ച് റെഡിയാക്കി ആ ന്യൂക്ലിയർ സെൻറ്റർ തകർത്ത് കളയൂ എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതുവരെ അതിൽ നിന്നും ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ വന്നിട്ടില്ല, ഒരു റേഡിയേഷനും നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഇറാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ ഒരു ഡൗട്ട് രേഖപ്പെടുത്തിയിരുന്നു. അതായത് അവിടെ നിന്ന് ന്യൂക്ലിയർ ലീക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള നിലയിൽ. പക്ഷെ അതിന് കൃത്യമായിട്ട് സാറ്റലൈറ്റ് ത്രൂ ഈ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യുന്ന ഒരു പദ്ധതി ഉണ്ട്. അപ്പോൾ അതിൽ ഈ ലീക്കേജ് ഉണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയും, അതിൽ വ്യത്യാസം കാണിക്കും. അപ്പോൾ അങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് IAEA അവിടെ നിന്ന് ഒരു രീതിയിലുള്ള ലീക്കും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പായിട്ട് പറഞ്ഞിരിക്കുകയാണ്. മീൻസ് കണ്ടിന്യൂ യുവർ അറ്റാക്ക്, ഫുൾ ഫ്രീഡം ഇസ്രായേലിനും അമേരിക്കയ്ക്കും. വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.